ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ടീം. അങ്ങനെ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. വരുന്ന ഞായറാഴ്ചയാണ് ഫൈനലിൻ്റെ മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ ഇന്നലത്തെ വിജയത്തിന് പിന്നിൽ സഞ്ജു സാംസൺ ഒരു പ്രധാന പങ്ക് തന്നെയാണ് വഹിച്ചത്. ഏകദേശം 89 റൺസാണ് അദ്ദേഹം നേടിയത്. അതിൽ 7 6ഉം 7 4ഉം ഉൾപ്പെടുന്നു. സഞ്ജു സാംസണും മറ്റു താരങ്ങളുടെ നല്ല മികച്ച രീതിയിലുള്ള ബാറ്റിംഗ് പെർഫോമൻസും ഇന്ത്യൻ ടീമിനെ 253 എന്ന സ്കോറിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചു. രണ്ടാമത് ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് ടീമും ഭേദപ്പെട്ട രീതിയിലാണ് ബാറ്റിംഗ് ചെയ്തത്. ഹർദിക് പാണ്ഡ്യയുടെയും ബുംറയുടെയും അവസാന ഓവറുകളിലാണ് ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കാരണമായ മറ്റൊരു കാര്യം. ഇന്നലത്തെ കളിയിലെ മാൻ ഓഫ് ദ മാച്ചും സഞ്ജു സാംസൺ തന്നെയാണ്. ഇന്നലത്തെയും ഇതിനു മുമ്പുണ്ടായിരുന്ന വെസ്റ്റ് ഇൻഡീസുമായുള്ള മത്സരത്തിലെയും മാൻ ഓഫ് ദ മാച്ച് സഞ്ജു സാംസൺ ആയിരുന്നു. തുടർച്ചയായി 2 മത്സരങ്ങളിൽ മാൻ ഓഫ് ദ മാച്ച് ആകുന്ന ആദ്യ ഇന്ത്യൻ താരവും സഞ്ജു സാംസണാണ് ഈ വേൾഡ് കപ്പിൽ. അടുത്ത് നടക്കാനിരിക്കുന്ന ന്യൂസിലൻഡുമായുള്ള മത്സരത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇന്ത്യ വേൾഡ് കപ്പ് കിരീടം മുത്തമിടുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് ഓരോ ഇന്ത്യൻ ആരാധകരും. സഞ്ജു സാംസണെ തള്ളിപ്പറഞ്ഞവരെല്ലാം ഇപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു സാംസൺ ഇല്ലായിരുന്നെങ്കിൽ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന മത്സരവും സെമി ഫൈനലിലെ ഈ മത്സരവും വിജയിക്കുക വളരെ പ്രയാസകരമായി തീർന്നേനെ എന്നാണ് ആരാധകരും ക്രിക്കറ്റ് ലോകവും പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.